ഹലോ. മണ്ടത്തരങ്ങൾ പറ്റാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലെ? അപ്പോൾ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം ഞാൻ പറഞ്ഞോട്ടെ. എന്താന്ന് വെച്ചാല്, കല്യാണം കഴിഞ്ഞു വന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടാവും. അതൊക്കെ സ്നേഹിച്ച് കല്യാണം കഴിച്ചോട്ടെ, അറേഞ്ച്ഡ് മാരേജ് ആയാലും നമുക്ക് അവരുടെ വീട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് മിങ്കിൾ ചെയ്യണ വരെ ഒരു ടെൻഷനൊക്കെ ഉണ്ടാവും. ചിലർക്ക് ഫുഡ് വെക്കാൻ അറിയില്ല, ചിലർക്ക് ഫുഡ് വെക്കാൻ അറിയുന്നവരൊക്കെ ആയിരിക്കാം. എനിക്ക് ഒട്ടും ഫുഡ് വെക്കാൻ അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ എക്സ്പേർട്ടാണ്. എല്ലാ ഫുഡും ഞാൻ വെക്കും, പഠിച്ചു. പക്ഷെ വന്ന സമയത്ത് ഞാൻ കുക്കറിൽ അരി കഴുകി ഇടുമ്പോ ഓൾറെഡി നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഉപ്പിട്ടിട്ട് നമ്മൾ ചോറ് ഊറ്റുന്നത്. പക്ഷെ ആ ഒരു ടെൻഷനിൽ ഞാൻ ചെയ്തത് മണ്ടത്തരം എന്താന്ന് വെച്ചാല്, കുക്കറിൽ അരി കഴുകിയിട്ട് ഞാൻ ഉപ്പിട്ടിട്ടാണ് അതിന്റെ അത് വെച്ച് അടച്ചു വെച്ചത്. വിസിൽ വന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, അയ്യോ ഉപ്പ് ഇപ്പൊ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ഊറ്റുമ്പോഴല്ലേ ഇടുക എന്നുള്ളത്. അത് ഒന്നാമത്തെ മണ്ടത്തരം. രണ്ടാമത്തെ മണ്ടത്തരം എന്ന് വിചാരിച്ചാല്, നമ്മൾ മീൻകറി വെക്കുമ്പോ എന്തായാലും കൊടംപുളിയോ മറ്റേ കോൽപ്പുളിയോ ഇടും അല്ലെ? അപ്പോ ഞാൻ ചെയ്ത പണി എന്താന്ന് വെച്ചാല്, ഞാൻ മുളക് ചാറ് വെച്ചിട്ടുണ്ടായിരുന്നു. മഞ്ഞക്കോരം മുളക് ചാറ് വെച്ചപ്പോ അതിൽ ഞാൻ പുളി ഇടാതെയാണ് വെച്ചത്. അപ്പൊ ഇവിടെ കഴിച്ചു നോക്കിയപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, എന്ത് ഇതിൽ പുളി ഇട്ടിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാല്, എന്റെ മണ്ടത്തരം കൊണ്ടല്ല, എന്റെ വീട്ടിലെ എന്റെ അമ്മ പുളി ഇടാതെയാണ് മീൻകറി വെക്കുന്നത്. ഏറ്റവും വലിയൊരു മണ്ടത്തരായിരുന്നു. ഞാനിപ്പോ അതൊക്കെ ഒന്ന് ആലോചിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ. ഇപ്പൊ ഞാൻ അടിപൊളിയായിട്ട് എല്ലാതും വെക്കും. പക്ഷെ അങ്ങനെ സംഭവിക്കാത്തവരായിട്ട് എനിക്ക് തോന്നുന്നു കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും പറയാത്തവരും എന്താ പറയാ ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല. എങ്കിലും ഇപ്പോ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് ചിരി വരാ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?